ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ചൊന്നുമില്ല ഗായ്സ്, ഉള്ളതൊക്കെ തന്നെ എന്താ പറയുക, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, ഐസ്ഡ് ടീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ചായ കാപ്പി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രീൻ ടീ എടുത്തായിരുന്നു കേട്ടോ. ഗ്രീൻ ടീ എനിക്ക് പറ്റി, അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും എനിക്കങ്ങനെ ടേസ്റ്റ് കുറേ സോസി ഐറ്റംസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും എടുത്തില്ല കാര്യം സത്യം പറയാ വെച്ചാൽ. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഫുഡ് ഇവർക്ക് പറ്റിയ കുറേ ടൈപ്സ് ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിംച്ചിയൊക്കെ ഉണ്ടല്ലോ, കിംച്ചി അങ്ങനത്തെ ടൈപ്സ്, പിന്നെ ന്യൂഡിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എടുത്തത്, ബ്രെഡ്, പഴമൊക്കെ. പക്ഷെ പഴത്തിന് പോലും നമ്മുടെ ടേസ്റ്റ് അല്ല, പഴം വരെ ഇവരുടെ വേറൊരു ടേസ്റ്റ് പോലെ. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രെഡ് റോസ്റ്റ് ചെയ്യണ മെഷീൻ. അപ്പോൾ ബ്രെഡാണ് രാവിലെ കഴിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റെഡിയായി. ഇനി 9:30-ക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാണ്. ഞാനും അമ്മയും അനിയത്തിയും പോയിട്ട് രാവിലെ തന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇപ്പം അച്ഛനും അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ റെഡിയായി. ഇനി വണ്ടി വരുമ്പോൾ നമുക്ക് പോവാം. ഇന്നെന്തോ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഷെഡ്യൂൾ എന്താണെന്ന്. ഓക്കെ, സോ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇനി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങൾ ലിഫ്റ്റിൻ്റെ സൈഡിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ നല്ല തിരക്ക്, ക്യൂ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചെയ്തില്ല, എല്ലാം കണ്ട് ഇതേപോലെ വീഡിയോസൊക്കെ എടുത്ത് പോന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് റൈസ് ടെറസ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ് ഇത് വരുന്നത്. റൈസ് ടെറസ് എന്നാണ് പേര് വരുന്നത് കേട്ടോ ഈ പ്ലേസിൻ്റെ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെയൊക്കെ നിന്ന് ജസ്റ്റ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാനിങ്ങനെ പണ്ടേ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ വിചാരിച്ചൊരു കാര്യമായിരുന്നു ഇത്, ഇങ്ങനെ ഊഞ്ഞാലാടണം എന്നൊക്കെ. പക്ഷെ ഒന്നും പറ്റിയില്ല സത്യത്തിൽ. കാരണം എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു. ഈ കാണുന്ന പോലെയല്ല, അടിയിൽ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്തില്ല. നമ്മളിതാ വീഡിയോസൊക്കെ എടുത്തു. അതിന് മുൻപ് ഞങ്ങൾ രാവിലെ 9:30-ക്കാണ് ഞങ്ങളുടെ വണ്ടി വന്നത്. അപ്പോൾ 9:30-ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ എത്തണത് 12:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ എത്തണത് കേട്ടോ. അത്രയും നേരം വൈകിട്ട് എത്തണത്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. ഇത് ജസ്റ്റ് ഈ ഡ്രസ്സ് അവിടെ തന്നെ അവൈലബിൾ ആണ് ഗേൾസിനൊക്കെ. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്താൽ അവർ നല്ല റീൽസും വീഡിയോസൊക്കെ എടുത്തു തരും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ പറന്ന് പോണ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും കൂടിയും കിട്ടും. അപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അരണേനെയൊക്കെ കണ്ടു കേട്ടോ. ഇതാണ് ബാലിയിലെ അരണയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഉച്ചയായി. അപ്പോൾ ലഞ്ച് നമ്മൾ രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഉച്ചയായതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ റൈസ് ടെറസിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അവിടെയും കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടേ. അപ്പം ഞാനും ആർദ്രക്കുട്ടിയും ഫസ്റ്റ് തന്നെ ഒരു കോക്കനട്ടാണ് ഓർഡർ ചെയ്തത്. അതായത് നമ്മുടെ ഇളനീരാണ്. അപ്പോൾ ഇളനീര് ഇവിടുത്തെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഓർഡർ ചെയ്തത് മാംഗോ ജ്യൂസാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാംഗോ ജ്യൂസിൽ അവർ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ക മാംഗോ ജ്യൂസ് തന്നെ കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വെജിറ്റബിൾസ് ഫ്രാങ്കി ഓർഡർ ചെയ്തു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പീറ്റ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അപ്പോൾ ഫുഡ് എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് കൂടാതെ റൈസും പിന്നെ ഒരു ബിരിയാണി പോലത്തെ സംഭവമൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ നാട്ടിലെ ടേസ്റ്റ് അല്ലെങ്കിലും ഇപ്പം ഇത്രയും ദിവസം കഴിച്ചതിൽ ഭയങ്കര ഭേദമായിട്ട് തോന്നുന്നതുകൊണ്ട് ഫുഡ് ഉച്ചക്കലത്ത് നന്നായിട്ട് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പം കാണിക്കുന്നത് ഓറഞ്ചിൻ്റെ ഒരു മരമാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ മരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യെല്ലോ കളറിലുള്ളത് കാണുന്നതൊക്കെ ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജിൻ്റെ ഒരു തോട്ടമാണ്, അതിൻ്റെ ഫാമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഓറഞ്ചിൻ്റെ ഇതും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ഞാൻ കാറിൽ പോകുമ്പോൾ തന്നെ ഇത് പിടിച്ചത്. അപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് സ്ലോവിൽ പോവുമോ എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ ആൾ സ്ലോവിൽ പോയതാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ ഓറഞ്ചിൻ്റെ ഇതാണ്. അപ്പോൾ കുറേ ഓറഞ്ചസ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല മധുരം എന്നൊക്കെ പറഞ്ഞാൽ നല്ല നമ്മൾ വാങ്ങിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു. നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ അതാ നമ്മളിനി പൊക്കോണ്ടിരിക്കുക തന്നെയാണ്, തിരിച്ച് വീണ്ടും ഒരു സ്ഥലത്ത് അടുത്ത ഡെസ്റ്റിനേഷനിൽ നോക്കി പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ ഡ്രൈവർ ചേട്ടനെ കാണിക്കാൻ മറന്നു. ആൾ ബാലിക്കാരൻ തന്നെയാണ്, ഇന്തോനേഷ്യൻ ആൾ. അപ്പോൾ ആൾക്ക് മലയാളമൊന്നും തീരെ അറിയില്ല, ഇംഗ്ലീഷ് തന്നെ നമ്മൾ ബലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് വോൾക്കാനോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ നിർത്തിത്തരാം, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ നിർത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ പർവ്വതത്തിൽ കാണുന്ന ബ്ലാക്കാണ് വോൾക്കാനോ. അത് ശരിക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ഥലം വരുന്നത്. അതും ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ശരിക്കൊരു വാഗമൺ, ഒരു മൂന്നാറിലൊക്കെ എത്തിയൊരു പ്രതീതിയായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വോൾക്കാനോ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇറങ്ങിയത്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറേ ഫോട്ടോസ് കൊടുത്തു ഇവിടെ വെച്ചിട്ട്. കാരണം നല്ല രസമായതുകൊണ്ട് നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആർദ്രക്കുട്ടി ഇറങ്ങിയായിരുന്നു. ആർദ്രക്കുട്ടി ഇന്നത്തേക്ക് കുറച്ച് ഉഷാറായിട്ടുണ്ട്. ബ്ലാക്ക് ഒരു കണ്ടോ, അതാണ് വോൾക്കാനോ, അതായത് അഗ്നിപർവ്വതം എന്നൊക്കെ പറയില്ല, അതാണ് ആ ബ്ലാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. സോ ഇവിടെ തന്നെ കുറേ ഓറഞ്ചൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ന് വിചാരിച്ചു കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങുന്നത്. അപ്പം ഞാനും അമ്മയും കൂടി ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഓറഞ്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓറഞ്ച് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഓറഞ്ചിന് നല്ല മധുരം, നമ്മൾ പറയില്ലേ തേൻ മധുരം, അത്രയും തേൻ മധുരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടാവും. ഓറഞ്ച് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്, പഴം, പിന്നെന്താ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു പഴം നമ്മൾ ഹോട്ടലിൽ വെച്ച്, അതായത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റിലും കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല. അപ്പോൾ അതും കഴിച്ച് നോക്കി ഞാനും അനിയനൊക്കെ. അപ്പോൾ അനിയന് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഞാനും കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ഈ ചക്കയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്, പിന്നെ ഒരു ചവർപ്പും ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. സോ നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി പ്ലാന്റേഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഗൈഡ് പോലത്തെ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയോ ചേച്ചിയോ അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കൊക്കോയാണ് കേട്ടോ, നമ്മുടെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന കൊക്കോമരാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഈ ചേച്ചി. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല കൂളാണ്, കാരണം ഭയങ്കര മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കോഫി പ്ലാന്റേഷനാണ്, ഫുൾ കോഫിയാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് പശുവിനെയാണ്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ കെമിക്കലില്ല, ഫുൾ കെമിക്കൽ ഒട്ടുമില്ല. ഈ പശുക്കളുടെയൊക്കെ ചാണകമാണ് ഇവിടെ വളമായിട്ട് ഇടുന്നത് അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടും കെമിക്കലില്ലാത്ത സംഭവമാണിത്. അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ഈ ചേച്ചി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കോഫി പ്ലാന്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ഒട്ടുമില്ല, ഫുൾ ചാണകം മാത്രമാണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ കോഫി പ്ലാന്റേഷനിലും ഇതിലൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ വിറകും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓരോ ആവശ്യത്തിനായിട്ട്. കാരണം ഇവിടെ തന്നെ കോഫി വറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഈ കാണുന്ന ഒരു മൃഗമാണ്, ഇതിൻ്റെ പേരാണ് ലുവാക്ക് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ലുവാക്ക് കോഫി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്, നല്ല വിലയാണ് കേട്ടോ നാട്ടിലൊക്കെ അതിന്. അപ്പോൾ ലുവാക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഈ ലുവാക്ക് എന്ന മൃഗത്തിൻ്റെ വേസ്റ്റായിട്ട് ഇടുന്ന അതാണ് ആ ഒരു സംഭവം ഉണ്ട്. അത് ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതെന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതാണ് അതിങ്ങനെ ഉണക്കി പൊടിച്ച് അവർ ഭയങ്കര കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് ഉണക്കി വറുത്ത് അങ്ങനെ ഉണ്ടാക്കുന്നൊരു കോഫിയാണ് ലുവാക്ക് കോഫി. അത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടെ ലുവാക്ക് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സാധനത്തിൻ്റെ ഈ ഒരു മൃഗമുണ്ട്, ഇങ്ങനൊരു സാധനം, ഇതിൻ്റെയാണ് നമ്മൾ ഈ ലുവാക്ക് കോഫി എന്ന് പറയുന്നത്. ലുവാക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത്
ഇനി കോഫി പ്രോസസ്സിങ് കാണാനാണ്, എങ്ങനെയാണ് അവർ കോഫി ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വറുത്ത് പൊടിക്കുന്നത്, ആ ഒരു സംഭവങ്ങൾ കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കോഫി അല്ലാതെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഒക്കെ പറഞ്ഞു. After we dry, we do remove the shell until we get the clean bean like this. So when you see, like never contact with the poo, the outside very but inside very clean like this. So don't worry when you drink luwak. So this is the normal coffee and this is luwak. The color different. This is the cocoa. For chocolate, yes. Can I touch? Yes. And we have type of spices. We make it for the tea because in Bali we don't have tea leaf or tea plantation. We make it tea from spices. Ginger, turmeric, lemongrass. So we have tea from rosella flower, family of hibiscus, and skin of the fruit. Grambu. And the next process of coffee, we are roasting. You can smell. So this is Bali coffee, not luwak coffee, but luwak coffee we do some process. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ കോഫിയുടെ ഈ പ്രോസസ്സിങ് ആണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ നമുക്കിത് സ്മെല്ല് ചെയ്യാനൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആർദ്രക്കുട്ടി ഫോട്ടോന് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കോഫി ഇങ്ങനെ ഇടിക്കണതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു അമ്മൂമ്മ കുറച്ച് പ്രായമായിട്ടുണ്ട്. ഈ അമ്മൂമ്മയാണ് ഈ കോഫി വറക്കുന്നത്. ഈ കോഫി വറുത്തതിന് ശേഷം അത് പൊടിക്കും. അങ്ങനെയാണ് കോഫി പൗഡർ ഉണ്ടാവുന്നത് കേട്ടോ ഇവിടുത്തെ. അതിനുശേഷം ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് കോഫി പൗഡേഴ്സ് ഉണ്ട്. നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വെറൈറ്റി കുറേ കോഫി പൗഡേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിലാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് കുറേ കോഫി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും. അപ്പോൾ ഇങ്ങനൊരു ഇരിപ്പിടം ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് നമുക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊരു എനിക്ക് തോന്നുന്നു 10 വെറൈറ്റീസ് ഓഫ് കോഫീസ് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ അവർ തരും. അപ്പോൾ അത് നമുക്കും അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം തന്നെ. അപ്പോൾ ഇത്രയധികം കോഫി വെറൈറ്റീസ് ഉണ്ട്, കണ്ടില്ലേ? ലെമൺ ടീ, ടെർമറിക് ടീ, ബാലി കോഫി, കൊക്കോ, പിന്നെ റോസില്ല, അങ്ങനെ കുറേ വെറൈറ്റീസ്. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് വെറൈറ്റീസ് ഓഫ് കോഫി ടേസ്റ്റിംഗ് ആണ്. Following the picture, let us just you following the picture. Okay. So this is Bali coffee, Bali cacao, hot chocolate, ginseng coffee, lemongrass tea, coconut coffee, ginger tea, vanilla coffee, rosella tea, coffee with cacao, mangosteen tea, turmeric tea, lemon tea, the last one avocado coffee. And these powders are being made here? Oh yes. Okay. So for tester, only Bali coffee no sugar. The other of coffee and tea already sweet. So coffee that's sweet from coconut sugar, and soya milk, and tea that's sweet from honey and crystal sugar. But this is not included with luwak coffee. So luwak coffee, when you want to taste, that's 50,000 rupiah per 1 cup. Oh. This is some chips you can try. So would you like to try the luwak coffee? We'll discuss and കയ്പ്പാണ്. ഇത് ജിൻസിങ് കോഫി. അടുത്തത് ബാലി അല്ല, ഇതെന്തുവാ? അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറൈറ്റീസ് ഓഫ് കോഫി ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കൊള്ളാം, വാനില കോഫി. അപ്പോൾ എനിക്കിതിൽ കുറച്ച് കോഫി, വാനില കോഫി, കോക്കനട്ട് കോഫി, അങ്ങനെ കുറച്ച് മാത്രമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ ഗൈസ്. ഇത് കൊള്ളാം. ആൻഡ് ഇത് എന്തോ വീട്ടിലിടുന്ന റോസോളോ, ലെമണും ജിഞ്ചറും ഒക്കെ. റോസ് സൂപ്പർ, നല്ല. ഇത് ജിഞ്ചർ.
അപ്പോൾ എനിക്ക് ജിഞ്ചർ ടീ ഒക്കെ ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മുടെ ജിഞ്ചറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റോസല്ല ടീ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോസല്ലയ്ക്ക് നല്ല ഫ്ലേവറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതൊക്കെ നല്ല കുടിച്ചില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനമാണ്. ജിഞ്ചറാണ്. അയ്യോ. അപ്പോൾ അതാ ആ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ലുവ കോഫി. അപ്പോൾ അതിൻ്റെ നമ്മൾ അത് ഞാനല്ല അനിയൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ലുവ കോഫി ഇവരെ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ലുവ കോഫി എന്ന് പറയുന്നത് മറ്റേ ഞങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ലുവ എന്നുള്ള മൃഗത്തിൻ്റെ കോഫിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എൻ്റെ ബ്രദർ ഇതാ ലുവ കോഫി ട്രൈ ചെയ്യണതാണ് ഇപ്പോൾ കാണണേ കേട്ടോ. ആരും അയ്യെന്നൊന്നും പറഞ്ഞു വരരുത്. നമ്മൾ പാക്കറ്റിലാക്കി ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ആരും അറിയുന്നില്ലല്ലോ എന്താണെന്ന്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അവനങ്ങനെ ലുവ കോഫി കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ ഇതാണ് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. കുഴപ്പമില്ല പോലെ. സോ നമ്മുടെ കോഫി ടേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ അതാ അവിടെ തന്നെ ആ ഒരു ഫാക്ടറിയിലുള്ള നമുക്ക് കുറേ കോഫീസ്, ഇപ്പം നമ്മൾ കഴിച്ച കോഫി ടേസ്റ്റിംഗ് ചെയ്ത എല്ലാ കോഫീസിൻ്റെ പൗഡേഴ്സ് നമുക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിലാണ്. അപ്പോൾ അത് ആ ഒരു ഷോപ്പിലേക്കാണ്, അവിടെ തന്നെ ആ കോമ്പൗണ്ടിലുള്ളതാണ്. അപ്പോൾ ഇതാ വെറൈറ്റി നമ്മൾ കുടിച്ച എല്ലാ കോഫിയുടെ പൗഡേഴ്സ് അവൈലബിൾ ആണ്. ആ കോഫി പൗഡേഴ്സ് അല്ലാതെ അത് റോ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരുടെ. ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിലും അവർ ഫ്ലേവറിനായിട്ട് അവർ എക്സ്ട്രാ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതാത് ഇപ്പോൾ ഫ്ലവറിൻ്റെ റോസല്ല ഫ്ലവർ എന്നുള്ളതിൻ്റെ ആ കോഫിക്ക് അവർ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് വേറെ സിറപ്പ് ഒന്നും കെമിക്കലായിട്ട് ആയിരുന്നില്ല. ആ റോസല്ല ഫ്ലവർ മാത്രമാണ് ആ ഒരു കോഫിക്ക്. അങ്ങനെയാണ് എല്ലാം. കാരണം ഫുൾ കെമിക്കലില്ല, ഒട്ടും കെമിക്കലില്ല, ഫുൾ ഓർഗാനിക് തന്നെയാണ്. അവരത് അത്രയും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് അത്രയും നന്നായിട്ട് തന്നെയാണ് അവരെല്ലാം വളം ഇടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഫുൾ നല്ല എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ്, ഒട്ടും കെമിക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് അവരുടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതാ കാണുന്നതോ കുറേ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൽ ജിഞ്ചർ പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നേ പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ വെള്ളം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നേ പിന്നെ കുറേ കടയിൽ ഇവിടുത്തെ ഷോപ്പിലൊക്കെ കുറേ ഞങ്ങൾ തപ്പിയതാണ് ജിഞ്ചർ പൗഡർ. അതായത് ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒന്നുമില്ല ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം നമുക്ക് കിട്ടി ചുക്കുപൊടി ജിഞ്ചർ പൗഡർ കിട്ടി. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ഏറ്റവും തിരക്കേറിയ ജലക്ഷേത്രങ്ങളിലൊന്നായ തീർത്ഥ എംബുൽ ബാലിനീസ് ഹിന്ദു സമൂഹം പവിത്രമായി കണക്കാക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ നിരവധി പുണ്യനീരറിവുകളുണ്ട്. അവ ഇന്ദ്രദേവൻ സൃഷ്ടിച്ചതാണെന്നും അവിടെ കുളിക്കുന്നവരെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന അനുഗ്രഹീത ജലമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. തീർത്ഥ എംബുൽ എന്നത് മഹാവിഷ്ണുവിനെയാണ് സമർപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ബാലിനീസ് ഭാഷയിൽ തീർത്ഥ എംബുൽ എന്നാൽ ഭൂമിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇക്കാരണത്താൽ തീർത്ഥ എംബുൽ ഒരു വിശുദ്ധ നീരുറവായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. അതുകൂടാതെ തീർത്ഥ എംബുൽ ക്ഷേത്രത്തിൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ബത്തൂർ പർവ്വതം എന്നിവയ്ക്കുള്ള ആരാധനാലയങ്ങളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലിയിലെ ഏറ്റവും വിശുദ്ധമായ 5 ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇത് ബാലിയിലെ ഏറ്റവും വിശുദ്ധമായ ജലസ്രോതസ്സുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദ്വീപിന് ചുറ്റുമുള്ള മറ്റു ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ പരിസരത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു സരോങ് ധരിക്കേണ്ടതുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സരോങ്ങുകൾ ലഭ്യമാണ്. ചെറിയ സംഭാവനയ്ക്ക് വാടകയ്ക്കും എടുക്കാം നമ്മൾക്കിത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊരു ഗേറ്റിൻ്റെ കവാടത്തിൽ എത്തിച്ചേരും കേട്ടോ. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ മുകൾ ഭാഗത്ത് കാലായുടെ കൊത്തുപണിയും ഉണ്ട് കേട്ടോ. ഇത് മറ്റേ കാലാ കൊത്തുപണികളിൽ നിന്ന് തികച്ചു വ്യത്യസ്തമാണ്. കാരണം അതിന് മുകളിലേക്ക് പറ്റി നിൽക്കുന്ന കൊമ്പുകളും തുറന്ന കൈകളുള്ള ഒരു ജോഡി കൈകളുമുണ്ട്. അകത്തെ മുറ്റത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രദേശമായ ജബ തെങ്ക ഏരിയയിൽ എത്തിച്ചേരും കേട്ടോ.
ഇവിടെയുള്ള പുണ്യനീരറിവുകൾ ക്ഷേത്രത്തിനുള്ളിലെ ഒരു വലിയ സ്ഫടിക വ്യക്തമായ കുളത്തിലേക്ക് കുമിളകളായി ഒഴുകുന്നുണ്ട്. കൂടാതെ 30 ജലസ്രോതസ്സുകളിലുള്ള 2 വിശുദ്ധ ശുദ്ധീകരണ കുളത്തിലേക്ക് ഒഴുകുന്നു. പ്രാദേശിക ബാലിനീസ് ഹിന്ദു ആരാധകർ കുളങ്ങളിൽ നീണ്ട വരികളായി നിൽക്കുന്നുണ്ട്. മേലുകാട്ട് എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധീകരണ ചടങ്ങിൽ ജലസ്രോതസ്സുകൾക്ക് കീഴിൽ തലമുക്കുന്നതിന് കാത്തിരിക്കുന്നു. ഇടതുവശത്തുള്ള കുളത്തിൽ കുളിക്കുന്നവർ ആരംഭിക്കുന്നത് ആദ്യത്തെ വാട്ടർ സ്പൗട്ട് കീഴിലുള്ള കുളത്തിൽ അരവരെ നിൽക്കുന്നു. ആദ്യത്തെ സ്പൗട്ടിന് കീഴിൽ അവർ സ്വയം വൃത്തിയാക്കിയ ശേഷം അടുത്ത ക്യൂവിൽ ചേരുന്നു. ഓരോ ജലസ്രോതസ്സിനു കീഴിലും അവർ സ്വയം ശുദ്ധീകരിക്കുന്നവരെ ഈ പ്രക്രിയ തുടരുന്നുണ്ട്. എന്നിരുന്നാലും മരിച്ചവരെ ശുദ്ധീകരിക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതും ജീവിച്ചിരിക്കുന്നവർ മേലുകാട്ട് ആചാരത്തിന് ഉപയോഗിക്കുന്നത് നിരോധിച്ചതുമായ 2 സ്പൗട്ടുകളുണ്ട് കേട്ടോ. ശുദ്ധീകരണത്തിന് പിന്നിൽ തീർത്ത എംബുൽ ഹോളി വാട്ടർ ടെമ്പിളിൻ്റെ അവസാന ഭാഗമാണ് കുളങ്ങൾ. ഇതിനെ ജെറോൺ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. വിനോദസഞ്ചാരികൾ കൂടുതലും അവഗണിക്കപ്പെടുന്ന ജെറോൺ അല്ലെങ്കിൽ അകത്തെ മുറ്റം ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്ന മനോഹരമായ സ്ഥലമാണ്. മുറ്റത്തിൻ്റെ മുൻഭാഗം ശുദ്ധീകരണ കുളങ്ങളെ പോഷിപ്പിക്കുന്ന വലിയ നീരുറവകളാണ് കേട്ടോ. ഈ നീരുറവയിൽ നിറയെ പച്ച ആൽഗങ്ങളും ചെറുമീനുകളും നീരുറവകൾക്ക് പിന്നിൽ വലിയ ഹിന്ദു ആരാധനാലയങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം പെട്ടെന്ന് പര്യവേക്ഷണം ചെയ്യാൻ നല്ലതാണ്. ആരാധനാലയങ്ങൾ ശോഭയോടെ അലങ്കരിച്ചിരിക്കുന്നു. ഇതിവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ബാലിനികളുടെ അന്നജം കലർന്ന വെള്ള വസ്ത്രവുമായി വ്യത്യസ്തമാണ്. നമ്മൾ തീർത്ഥ എംബിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ കോയി മത്സ്യം നിറഞ്ഞ ഒരു വലിയ കുളത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം സമുച്ചയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് 4 വശത്തും മതിൽ കെട്ടിയിരിക്കുന്നു. ഇത് ശാന്തവും വിശ്രമിക്കുന്നതുമായ അന്തരീക്ഷം നൽകുന്നുമുണ്ട്. ഫാറ്റ് കോയി കുളത്തിൽ അലസമായി നീന്തി അടുത്ത ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ എനിക്ക് ഇവിടുന്ന് അറിവ് കിട്ടിയതനുസരിച്ചാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തന്നേക്കണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വ്ളോഗ് കാണുക. നിങ്ങൾക്ക് എൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വ്ളോഗ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും വ്ളോഗ് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇവിടെ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് ഡിലേ ആവും, എന്നാലും ഞാൻ വ്ളോഗ്സ് എടുക്കും കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. Bye bye all. Thank you.